ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ക്യൂബ്സായിട്ട് അരിഞ്ഞ ബോൺലെസ് ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിന് ശേഷം നമ്മൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗാർലിക് പൗഡറും ഒറിഗാനോ ആഡ് ചെയ്തിട്ടുണ്ട്. ഗാർലിക് പൗഡറും ഒറിഗാനോ ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ അതിനകത്തോട്ട് കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. കെച്ചപ്പിന് ശേഷം നമ്മൾ ഒരു കോഴി മുട്ടയും കൂടെ ഇട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് മാഗി മസാല ഇടുന്നുണ്ട്. അതും ഓപ്ഷനാണ്, വേണേൽ ഇട്ടാൽ മതി, നിർബന്ധമില്ല. പിന്നെ നമ്മൾ കുറച്ച് തൈരിനകത്ത് ഇതൊരു അരമണിക്കൂറൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഹാഫ് അവർ ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. ആ സമയത്ത് നമ്മൾ വേറൊരു പാത്രത്തിൽ ഇത് ഡിപ്പ് ചെയ്യാനായിട്ടുള്ളൊരു പൗഡർ നമ്മൾ ശരിയാക്കുന്നുണ്ട്. അത് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഇതേപോലെ തന്നെ ഗാർലിക് പൗഡറും ഒറിഗാനോവും ഉപ്പും കുരുമുളകും ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനകത്തോട്ട് വേണമെങ്കിൽ ഗാർലിക് പൗഡർ ഒറിഗാനോ ഇല്ലെങ്കിൽ മുളക് പൊടിയോ എല്ലാം ആഡ് ചെയ്ത് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി, ആ ഒരു കോട്ടിങ്ങിന് ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പാത്രത്തിൽ ഒരു മുട്ട പൊട്ടിച്ച് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആദ്യം ഈ പൗഡറിലൊന്ന് മുക്കിയിട്ട് ഒന്നുകൂടെ ആ മുട്ടയുടെ മിക്സി മുക്കിയിട്ട് നമ്മൾ ഒന്നുകൂടെ ആ ഒരു പൊടിക്കകത്ത് മുക്കി നല്ലപോലെ കോട്ട് ചെയ്തൊന്ന് ഷേക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ തന്നെ നമ്മൾ ബാക്കി ഫുൾ ചിക്കൻ ഇതുപോലെ ചെയ്തെടുക്കണം. എടുക്കുക, ഈ പൊടിക്കകത്തൊന്ന് മുക്കിയെടുക്കുക. ജസ്റ്റ് ആ മുട്ടയ്ക്കകത്തോട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടെ പൊടിക്കകത്ത് മുക്കി നല്ലപോലെ ഷേക്ക് ചെയ്ത് ലെയർ പോലെ വരുന്ന രീതിയിൽ എടുക്കുക. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് നല്ലപോലെ വെളിച്ചെണ്ണ ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മൾ അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴേക്കും ആ ചിക്കനെല്ലാം വെന്ത് വന്നോളൂ. ആ ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മൾ അതിനെ ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് നെക്സ്റ്റായിട്ട് എന്താ പറയുക, ഫ്രഞ്ച് ഫ്രൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് അതിന് നോക്കിയാൽ മതി. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് വറുത്തതിന് ശേഷം നമ്മൾ അത് രണ്ടും മാറ്റി വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ചീസ് സോസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെളുത്തുള്ളി, നിങ്ങൾക്ക് എത്ര വെളുത്തുള്ളിയുടെ ഫ്ലേവർ വേണോ അത്രയും വെളുത്തുള്ളി ആഡ് ചെയ്യാം. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം അതിനകത്ത് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ കുറച്ച് വറ്റൽമുളകില്ലേ അതൊന്ന് അരിഞ്ഞതുപോലെ ആക്കി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് അതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും ഒരു 1.5 സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ആഡ് ചെയ്യുന്ന ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഫ്ലേവർ വരും. പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ അടി പിടിക്കാതെ നോക്കണം. നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു സമയം നമ്മൾ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം ഇടേണ്ടത്. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ എന്താ പറയുക മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇച്ചിരിയായിട്ട് പാലൊഴിച്ച് കൊടുക്കണം. ഇച്ചിരിയായിട്ട് ഒഴിക്കാൻ കാരണം ഇല്ലെങ്കിൽ അതെന്താ പറയുക, കട്ട പിടിക്കും. ഇച്ചിരിയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കട്ട പിടിക്കാത്ത രീതി നമ്മൾ അതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. നല്ലപോലെ കുറുക്കിയെടുക്കണം. പാല് ഒരുപാട് ആഡ് ചെയ്യണമെന്നില്ല, കുറച്ച് വെള്ളമാണെങ്കിലും ആഡ് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ ഇവിടെ പാലാണ് എടുത്തത്. പാൽ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ആ ഒരു കട്ടയെല്ലാം മാറി വന്ന ആ ഒരു ടൈമിൽ നമുക്ക് അതിനകത്തോട്ട് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ പിസ്സ ചീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് എടുക്കാം, സ്ലൈസ് ചീസ് ആണെങ്കിലും എടുക്കാം. ഞാനിത് എൻ്റെ കയ്യിൽ ഇതായിരുന്ന കാരണം ഞാൻ ഇതാണ് എടുക്കുന്നത്. എന്നിട്ട് ഇത് ആവശ്യത്തിന് നമ്മൾ ഒരു 100 ഗ്രാം ചീസ് തന്നെ എടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് കാരണം അതെടുത്തിട്ട് നല്ലപോലെ അതിന് ചീസ് മെൽറ്റ് ആകാൻ വേറെ ഇളക്കി കൊടുത്താൽ മതി, അത് റെഡിയാവും. പിന്നെ ഇത് വെക്കുന്ന പ്രസൻറ്റേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് ആദ്യം ഒരു ലെയർ ഫ്രഞ്ച് ഫ്രൈസ് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മൾ ഈ ചീസ് സോസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ചീസ് സോസ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരിഞ്ഞ് വെച്ച ചിക്കന് അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മയോണൈസ് ഇതിൻ്റെ ടോപ്പിൽ ഒഴിക്കുന്നുണ്ട്. അത് എന്താ പറയുക, ഇഷ്ടമുള്ള മയോണൈസ് എടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ എടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ 2 ടൈപ്പ് എടുക്കുന്നുണ്ട്. ഇവിടെ എഗ്ലെസ് മയോണൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ അതാണ് എല്ലാവർക്കും ഇഷ്ടം, അപ്പോൾ ഞാൻ അത് കാരണം അതാണ് എടുത്തത്. ഞാൻ എഗ്ലെസ് മയോണൈസും പിന്നെ തന്തൂരി മയോണൈസുമാണ് എടുത്തത്.
ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇച്ചിരി കെച്ചപ്പ് കൂടെ അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ആ ഒരു ചീസ് സോസ് ഒരു ലെയറായിട്ട് ഒന്നുകൂടെ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഫ്രഞ്ച് ഫ്രൈസും ബാക്കി ചിക്കനും ആഡ് ചെയ്യുക. ഇത്രയുള്ളൂ. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റ്, നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്കിത് കിട്ടും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.